ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2025 ഹൈദരാബാദിൽ വെച്ച് നടക്കാൻ പോകുന്ന നാഷണൽ ലെവൽ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന രതീഷ് ചേട്ടനാണ്. സോ ചേട്ടൻ, നമുക്കിത് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. ബിക്കോസ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പ് ലെവൽ വരെ എത്തുക. സോ അത് നമുക്ക് വല്ലാത്ത രീതിയിൽ ഇൻസ്പിറേഷനും അതുപോലെ തന്നെ ഒരു പ്രൗഡ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. സോ ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക? സോ നമുക്ക് ആ സ്റ്റോറി ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാവോ നമ്മുടെ അടുത്ത്? തീർച്ചയായും. എനിക്ക് 2.5 വയസ്സിലാണ് പോളിയോ വന്നിട്ട് എൻ്റെ കാലുകൾ തളർന്നു പോകുന്നത്. പക്ഷേങ്കിലും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, ഞാൻ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെന്ന് ഞാൻ അന്നേരം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വരുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ആർമി, അതുപോലെ പോലീസ്, ഇതുപോലെയുള്ള സ്വിമ്മിങ്, ഇതുപോലെയുള്ള സ്പോർട്സും ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളർന്നു വന്ന ഒരു 6-7 ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോഴാണ് എനിക്ക് ഇനി പോലീസിൽ ചേരാൻ പറ്റില്ല, ആർമിയിൽ ചേരാൻ പറ്റില്ല എന്നൊക്കെ തിരിച്ചറിയുന്നത്. പിന്നീട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഒതുക്കി ജീവിക്കുമായിരുന്നു. പക്ഷേ ഇതെല്ലാവരുടെയും ജീവിതത്തിലാണ്. എന്നെ പോലെ തന്നെ പാരലൈസ്ഡ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, പൊതുവേ നമ്മളിലേക്ക് ഒതുങ്ങി, നമ്മുടെ ആ ചുമരിനുള്ളിൽ ഒതുങ്ങി കഴിഞ്ഞുകൂടാറാണ് ചെയ്യാറ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് സ്വിമ്മിങ്ങിനോടുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സ്വിമ്മിങ് ചെയ്യണം, വെള്ളത്തിലൊന്ന് ഇറങ്ങിയിരിക്കാൻ പറ്റണം, അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ നടക്കുമായിരുന്നു. ആലുവപ്പുഴ നിത്യം കാണുന്നതാണ്. നിത്യം കാണുമ്പോൾ ഇതിങ്ങനെ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു മൊമെൻറ്റിലാണ് സജീവ് വാളശ്ശേരിയിൽ എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യസ്നേഹിനെ നമ്മൾ കണ്ടെത്തുന്നത്. സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തിയതാണ്. അദ്ദേഹം സൗജന്യമായിട്ട് കഴിഞ്ഞ 17 വർഷമായിട്ട് ആലുവ പെരിയാറിൽ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആര് ചെന്നാലും പഠിപ്പിക്കും. ശാരീരിക പരിമിതിയുള്ളവരൊന്നും മാറ്റി നിർത്തില്ല. അപ്പോൾ ഞാനും ഇതുപോലെ സാറിനോട് ചോദിച്ചു, സാറേ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒന്ന് വെള്ളത്തിലിറങ്ങിയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു, സാറേ എനിക്ക് കാലുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് സാറ് തന്നൊരു വാക്കുണ്ട്, രതീഷേ, നീന്തൽ പഠിക്കാൻ കയ്യോ കാലോ വേണ്ട, നിൻ്റെ ശരീരത്തിൻ്റെ കുറവുകൾ മാറ്റി വെച്ചിട്ട് മനസ്സിൻ്റെ നിറവ് പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. അന്ന് സാറ് തന്ന ധൈര്യത്തിൽ നിന്നുകൊണ്ട് സാറ് 22 ദിവസം കൊണ്ട് എന്നെ നീന്തൽ പഠിപ്പിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ വെള്ളത്തിലിറങ്ങി 22ാം ദിവസം 1.5 കിലോമീറ്റർ ആലുവ പെരിയാർ നീന്തി നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിച്ചു. അത് സാധാരണ ഒരാളെ പഠിപ്പിക്കുന്ന പോലെ അല്ലായിരുന്നു. കൈകൾ കൊണ്ട് മാത്രം എങ്ങനെ നീന്താമെന്ന് സാറ് പഠിച്ചിട്ട് സാർ അതെന്നെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ ആലുവ പെരിയാർ ക്രോസ് ചെയ്തുവെങ്കിലും പിന്നീട് നമുക്ക് നമ്മുടെ ഒരു പ്രോബ്ലം വന്നത്, നമുക്ക് കൂടുതൽ നേരം വെള്ളത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കൈ കൊണ്ട് മാത്രം ചെയ്യുമ്പോൾ ഷോൾഡർ പെട്ടെന്ന് ടൈറ്റ് ആവും. അപ്പോൾ അതിനുവേണ്ടി സാറ് സ്പെഷ്യൽ ട്രെയിനിങ് തന്നു. അദ്ദേഹം ഒഴുക്കുള്ള സമയത്ത് എന്നെ വെള്ളത്തിൽ നിർത്തി നിരന്തരം ട്രെയിൻ ചെയ്യിച്ചു. മഴക്കാല നീന്തൽ എന്ന് പറഞ്ഞൊരു പഠന രീതി കൂടി ഉണ്ട് നമ്മുടെ ക്ലബ്ബിൽ. അതിൽ ഉൾപ്പെടുത്തി അങ്ങനെ നീന്തി കൈകൾ നല്ല സ്ട്രെങ്തായി. ഇപ്പോൾ എത്ര നേരം വേണമെങ്കിലും നീന്താൻ കഴിയും. അതിനുശേഷം നമ്മൾ വേമ്പനാട്ട് കായൽ നീന്തി ക്രോസ് ചെയ്തു. അതിനുശേഷം സ്റ്റേറ്റിൽ പാരാ സ്വിമ്മിങ്ങിൽ 100 മീറ്ററിലും 50 മീറ്ററിലും നമ്മൾ ഗോൾഡ് മെഡൽ നേടി അങ്ങനെ നിൽക്കുവാണ്. ആ ജേണി വന്നിട്ട് ഇന്നിപ്പോൾ നമ്മൾ നാഷണലിൽ മത്സരിക്കാൻ വേണ്ടി ഹൈദരാബാദ് പോവുകയാണ്. ഈ സെയിം കാറ്റഗറി തന്നെയാണ്. എൻ്റെ കാറ്റഗറി വരുന്നത് S5 എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. ഈ കാറ്റഗറിയിൽ 100 മീറ്ററും 50 മീറ്ററുമാണ് നമ്മൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്.